എറണാകുളം കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനായി തെരച്ചിൽ തുടരുന്നു. ഭൂതത്താൻകെട്ട് വനമേഖലയിലേക്ക് കടന്ന ആനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഇത് കേന്ദ്രീകരിച്ചാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെയാണ് ഷൂട്ടിങ്ങിനായി എത്തിച്ച ആന മറ്റൊരു നാട്ടാനയുമായി ഏറ്റുമുട്ടിയത്. ഈ ആനയുടെ കുത്തേറ്റത്തോടെ വിരണ്ട ആന കാട് കയറുകയായിരുന്നു. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഈ നാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞോ? ആനയെ ട്രാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. ആനയുടെ കാൽപ്പാട് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 60 പേരോളം വരുന്ന ഒരു സംഘമാണ് പല ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ തന്നെ ഈ ആന ഈ ഉൾക്കാട്ടിലേക്ക് പോവില്ല എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും ഉണ്ടായിരുന്നു. അത് അനുസരിച്ചുള്ള ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നാട്ടാനയെ ഒരിക്കലും കാട്ടാനകൾ അവരുടെ കൂട്ടത്തിൽ കൂട്ടില്ല എന്നുള്ളതാണ്. ഈ ആനയെ എത്രമേ കണ്ടെത്തണം എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിലുണ്ട്. വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് തെരച്ചിൽ സംഘം കാടിനകത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഉൾക്കാട്ടിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വളരെ അടുത്ത് തന്നെ ഉണ്ട്. ആനയുടെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആനയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനം, ഒപ്പം തന്നെ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ആ നിലയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മുൻകരുതൽ അല്ലെങ്കിൽ നടപടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു 60 അംഗ സംഘം ഇപ്പോൾ ഈ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുമായി കാട്ടിലേക്ക് പോയിരിക്കുന്നത്. ഈ തെരച്ചിലിനിടയിലാണ് ഇന്നലെ തന്നെ ആന ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കുമെന്നുള്ള അനുമാനം ഉണ്ടായിരുന്നു. എന്തായാലും കാൽപ്പാടുകൾ കൂടി കണ്ടതോടുകൂടി ആ അനുമാനം ശരിവെക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. അത് ശരിയായിരുന്നെന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ആനയുണ്ട് എന്നുള്ളതാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ആനയുമായിട്ടാണ് ഈ ആന ഈ സാധു പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആന ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതിൽ ഈ മണികണ്ഠൻ ഈ ആനയെ മണികണ്ഠൻ എന്ന ആന ഈ സാധു എന്ന് പറയുന്ന ആനയെ കുത്തിയതിനെ തുടർന്നാണ് ഈ ആന കാട് കയറിപ്പോയത്. ഈ 2 ആനകളും കാട് കയറിപ്പോയെങ്കിലും മണികണ്ഠൻ എന്ന ആന തിരിച്ചു വരികയായിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് 5 ആനകളെയാണ് അവിടെ എത്തിച്ചേരുന്നത്. ഈ സംഭവം എങ്ങനെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ബാക്കി ആനകളെ അവിടെ നിന്ന് വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഒരു കന്നഡ സിനിമയാണ്, തെലുങ്ക് സിനിമയാണ്. അപ്പോൾ അതിന്റെ ചിത്രീകരണമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ചിത്രീകരണം ഏതാണ്ട് നിലച്ച ഒരു നിലയിൽ തന്നെയാണ്. ക്യാമറകൾ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുന്ന സംഭവം കൂടി ഉണ്ടായി. ഈ ആനകളുടെ തന്നെ ഒരു സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ആനകളൊക്കെ അവിടെ കൊണ്ടുവന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുമുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഷൂട്ടിംഗ് ഏതാണ്ട് മുടങ്ങിയിരിക്കുന്നു. എന്തായാലും ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയം നമുക്ക് നൽകാൻ കഴിയുന്നൊരു വിവരം എന്ന് പറയുന്നത് വളരെ വേഗം തന്നെ ഈ ആനയെ കണ്ടെത്തി തിരിച്ച് കാട്ടിൽ നിന്നും തിരിച്ചിറക്കിക്കൊണ്ട് വരാൻ കഴിയുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ഈ തെരച്ചിൽ സംഘവും വ്യക്തമാക്കുന്നത്. ശരി.